2026 സമഗ്ര സംഭാവന പുരസ്കാരം ലീലാവതി ടീച്ചർക്ക് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ക്ഷണിക്കാം. പത്രവും 1,00,000 രൂപ സമ്മാനത്തുകയുമാണ്. ഇതാണ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി നൽകുന്നത്. സഹപ്രവർത്തകരുടെ പേരിലുള്ള ഒരു അവാർഡ് സ്വീകരിക്കേണ്ടി വരിക അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അതെന്നെ വളരെ ദുഃഖിതയാക്കും. പക്ഷെ സാൻവാസിനോടുള്ള ഗാഠമായ സബദ്ധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു വരദാനം എന്ന നിലയ്ക്ക് സ്വീകരിക്കുന്നതിൽ സന്തോഷവും ഉണ്ട്. ദീർഘകാലം ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു. സൗഹൃദത്തിന് ഒരു ഇടർച്ചയും വരാതെ 18 കൊല്ലം ഒരുമിച്ച് ജോലി ചെയ്തവരാണ് ഞങ്ങൾ. മഹാനായ ജീവിതചിന്തകനും സാഹിത്യചിന്തകനുമായിരുന്നു അദ്ദേഹം. സ്വന്തം വസതിക്ക് സന്ധ്യ എന്ന് പേരിടും. സാമാന്യ ചിന്തകര് ജീവിതസന്ധ്യയെ അത് എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ജീവിതസന്ധ്യയെ ധീരമായി നേരിടാൻ എപ്പോഴും തയ്യാറായിരുന്ന ഒരു മഹാൻ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ജീവിതസന്ധ്യയിൽ ഞാനും സ്വീകരിക്കുന്നു. പ്രണാമത്തോടുകൂടി അദ്ദേഹത്തോടുള്ള മഹത്തായ ആരാധനാഭാവത്തോടുകൂടി കൃതജ്ഞതയോടുകൂടി സ്വീകരിക്കും. മഹാനായ മുൻ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അത് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. ഈ ഭാഗ്യം അനുഭവിക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ എനിക്ക് നിയതി ദീർഘായുസ് നൽകിയത്. അല്ലാതെ ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നതിനൊരു കാരണവും കാണുന്നില്ല. ശ്രീ മാധവനുമായുള്ള സൗഹൃദം ചില കാലം മുമ്പ് ഉള്ളതാണ്. അദ്ദേഹം ഡൽഹിയിൽ IAS ഓഫീസറായി പ്രവർത്തിക്കുന്ന കാലം മുതൽക്കേ എനിക്ക് അദ്ദേഹവുമായി സൗഹൃദമുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, പിന്നെ മുൻ വ്യവസായ മന്ത്രി രാജീവ്, അദ്ദേഹവുമായിട്ടുള്ള ഗാഢ സൗഹൃദം, ഇതിലൊക്കെ വളരെ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. സൗഹൃദങ്ങളാണ് ജീവിതത്തെ ചരിതാർത്ഥമാക്കുന്നത്. മഹാന്മാരുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാവുക എന്നുള്ളത് ചരിതാർത്ഥത മാത്രമല്ല, അത് വലിയൊരു ആനന്ദം തന്നെയാണ്. ഈ ആനന്ദം എനിക്ക് ഈ ജീവിതത്തിൻ്റെ അന്ത്യയിൽ നൽകിയതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മറ്റ് ശ്രീ രാജീവിനോടും സ്വാധീനോടും പൗലോസിനെ പോലുള്ള എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോടും ഈ ആദരം സംഘടിപ്പിച്ച എല്ലാ സംഘാടകരോടും ഞാൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊള്ളുന്നു.